കൊച്ചിയിൽ 350 ഗ്രാം MDMA പിടികൂടിയ കേസിൽ 1-2 പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. സംഘത്തെ നിയന്ത്രിച്ചിരുന്ന കോട്ടയം സ്വദേശി സുസിമോൾ എം സണ്ണി, ആലുവ സ്വദേശി ആമീർ സോഹൈൽ എന്നിവർക്കാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. തുമ്പിപ്പെണ്ണിന്റെ സംഘം എന്ന പേരിലാണ് ഇവർ ലഹരി വിതരണം ചെയ്തിരുന്നത്. കോട്ടയം സ്വദേശി സൂസിമോൾ നിയന്ത്രിച്ചിരുന്ന ലഹരി സംഘം തുമ്പിപ്പെണ്ണിന്റെ സംഘം എന്ന പേരിലാണ് കൊച്ചി നഗരത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഹിമാചൽ പ്രദേശിൽ നിന്നും വലിയ തോതിൽ MDMA എത്തിച്ച ശേഷമായിരുന്നു ആവശ്യക്കാരെ ലക്ഷ്യം വെച്ചുള്ള വിൽപ്പന. രാത്രികാലങ്ങളിൽ ബൈക്കിൽ കറങ്ങി നടക്കുന്ന സംഘം ആവശ്യക്കാരെ കണ്ടെത്തി പണം വാങ്ങും. പിന്നാലെ MDMA പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് മാലിന്യ കൂമ്പാരത്തിലിടും. ഇവിടെ നിന്നാണ് ആവശ്യക്കാർ ലഹരി കൈക്കലാക്കുക. നേരത്തെ പലതവണ സംഘത്തെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ എക്സൈസ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പിന്നീട് തന്ത്രപരമായ നീക്കത്തിലൂടെ 2023 ഒക്ടോബറിൽ കലൂർ സ്റ്റേഡിയം പരിസരത്തു നിന്നും പിടികൂടുകയായിരുന്നു. അന്ന് 350 ഗ്രാം രാസലഹരിയാണ് ഇവരുടെ പക്കൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തത്. ഈ കേസിലാണ് വേഗത്തിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. 1-ാം പ്രതി സൂസിമോൾ എം സണ്ണി, 2-ാം പ്രതി ആലുവ സ്വദേശി അമീർ സൊഹൈൽ എന്നിവർക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും എറണാകുളം അഡീഷണൽ സെഷൻ കോടതി വിധിച്ചു. കേസിൽ 3-4 പ്രതികളായ വൈപ്പിൻ സ്വദേശി അജ്മൽ, അങ്കമാലി സ്വദേശി എൽറോയ് വർഗീസ് എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.